എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഹീറോയെ അവനെയാണെങ്കിൽ ചെയ്യാത്ത തെറ്റിന് ഇപ്പോൾ ആ ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടാനായിട്ട് റെഡി ആവുകയാണ്. ഹീറോ ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ആ പണക്കാർ സോൾജിയേഴ്സ് അവിടെയുള്ള എല്ലാവരെയും കൺവിൻസ് ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കെതിരായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ഉച്ചത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷെ അവള് പോലും വാക്ക് കേൾക്കാൻ നിൽക്കാതെ നിന്റെ പപ്പയെ പോലെ നീയും ഒരു കൊലപാതകയാണ്, ഇനി ഒരു കാരണവശാലും ഞാൻ നിന്നെ സ്നേഹിക്കില്ല, വിശ്വസിക്കില്ല, ഇനി ഒരിക്കലും എനിക്ക് നിന്നെ കാണണ്ടെന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു ഡോള് അത് വലിച്ചെറിയും. ഹീറോയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. എന്നെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന ഒരാളെ പോലും വെറുതെ വിടില്ല. തീർച്ചയായിട്ടും ഞാനിതിനെല്ലാം കണക്ക് ചോദിക്കും, എനിക്ക് നീതി കിട്ടിയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് അവൻ കാണും ആ ഒരു ക്രിമിനൽ ഹുഡി ഇട്ടവൻ. അവൻ ടെററായിട്ട് ഹീറോയെ നോക്കി നിൽക്കുകയാണ്. ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കും. അടുത്ത നിമിഷം ആ കയറ് കട്ട് ചെയ്ത് ഹീറോ അവൻ അങ്ങനെ ഒരുപാട് അടി താഴേക്ക് വന്ന് അടിച്ച് വീഴുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ അല്പസമയത്തേക്ക് ബോധമില്ല. അവൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ഒരുപാട് ചീഞ്ഞഴുകി കിടക്കുന്ന വേസ്റ്റുകളുടെ കൂമ്പാരം, അതിന്റെ നടുക്കാണ് അവനിപ്പോൾ കിടക്കുന്നത്. അവന്റെ തൊട്ടു പുറകിലായി അവനൊരു ബീസ്റ്റിനെ കണ്ട് ഞെട്ടും. ഓനോ, ഈ ബീസ്റ്റ് കാരണമാണ് ഇവിടേക്ക് വരുന്ന എല്ലാവരും മരണപ്പെടുന്നത്. സോ തീർച്ചയായിട്ടും എനിക്ക് ഇതിന്റെ അടുത്ത് രക്ഷപ്പെട്ടേ പറ്റൂ. ഇത്രയും മോശം അവസ്ഥയിലേക്ക് തള്ളിവിട്ട് ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവിടുന്ന് ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. ആ ഒരു ബീസ്റ്റ് അവന്റെ പിന്നാലെ വരുമ്പോൾ അതിനോട് ചേർന്ന് മൂന്നും ബീസ്റ്റുകൾ അവന്റെ പിന്നാലെ പാഞ്ഞടുക്കാണ്. ഹീറോയ്ക്കാണെങ്കിൽ അവന്റെ കലി അടക്കാനായിട്ട് കഴിയില്ല. അവൻ അല്പദൂരം ഓടി ഒരു ചെരുവിലേക്ക് അങ്ങനെ അടിച്ചു വീഴും. അപ്പൊ അവൻ കാണും അവന്റെ തൊട്ട് മുൻപിൽ ഹ്യൂമൻ സ്കള്ള് അതങ്ങനെ കിടക്കുകയാണ്. മനുഷ്യരോട് എത്രത്തോളം ക്രൂരമായിട്ടാണ് അവർ പെരുമാറുന്നതെന്ന് അതിലൂടെ ഹീറോ തിരിച്ചറിയും. ഹീറോയ്ക്കാണെങ്കിൽ ആ സ്മെല്ല് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഓനോ, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. എങ്ങനെയെങ്കിലും എൻ്റെ വളർത്തച്ഛൻ്റെ മരണത്തിന് എനിക്ക് പകരം ചോദിക്കണം. എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ട ആ ഒരു പണക്കാരെ അവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. അടുത്ത നിമിഷം ഹീറോ അവൻ രക്തം ഛർദ്ദിക്കുകയാണ്. ആ രക്തത്തിന്റെ സ്മെല്ല് കിട്ടി ഇപ്പൊ മോൺസ്റ്റേഴ്സ് അവനെ റൗണ്ട് ചെയ്യും. ഹീറോ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഒരു സ്പെഷ്യൽ പവർ അത് അങ്ങനെ അവേക്കൻ ചെയ്യും. ഹീറോ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് വലിയൊരു റാഡ് അത് അവൻ ശ്രദ്ധിക്കുകയാണ്. അവൻ ആ റാഡ് അവന്റെ കൈ കൊണ്ടെടുക്കും. എന്നോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തവരെ ഞാൻ വെറുതെ വിടില്ല, എനിക്ക് തിരികെ പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ആ റാഡ് ഉപയോഗിച്ച് അവറ്റകളെ അറഞ്ചം പുറഞ്ചം അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. അവറ്റകളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഹീറോയെ അറ്റാക്ക് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ആരോ ഒരാള് ബിനോക്കുലറൊക്കെ ഉപയോഗിച്ച് ഹായായിട്ട് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അവനാണെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മുടെ ഹീറോയെ ശ്രദ്ധിക്കും. മരിക്കാൻ തയ്യാറല്ല, എനിക്ക് തിരിച്ചു പോയേ പറ്റൂന്ന് പറഞ്ഞ് വലിയൊരു വെപ്പൻ എടുത്ത് ഇപ്പൊ നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ചുറ്റുമുണ്ടായിരുന്ന മോൺസ്റ്റേഴ്സിനെ വെട്ടിയെറിയും. കുട്ടികളുടെ ബോഡി അത് രണ്ടായിട്ട് പിളർന്ന് അവിടെ നോക്കൗട്ട് ആവുകയാണ്. ഹീറോ ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും അവനൊരു വലിയ വെല്ലുവിളിയായിട്ട് ആ മോൺസ്റ്റേഴ്സുകളുടെ എല്ലാം തന്നെ കിങ് അത് അവിടേക്ക് വരിക. അതിനെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് ഒരല്പം ടെൻഷനാവും. ഹീറോ ആണെങ്കിൽ ഡൈവേർട്ട് ചെയ്യാനും അതിന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാനുമായിട്ട് ഇപ്പോൾ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടും. ഒരുപാട് ദൂരെ ഓടിയ ഹീറോയുടെ കാല് തന്നെ അവൻ താഴേക്ക് വീഴും. ഒരു സെക്കൻഡ് ബ്ലാക്ക് ഔട്ട് ആയി പോയ ഹീറോ ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അപ്പോഴായിരിക്കും അത്രയും നേരം ദൂരത്ത് നിന്ന് അവനെ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു മാസ്ക് മാൻ അവന്റെ അടുത്തേക്ക് വരിക. മാസ്ക് മാൻ ആണെങ്കിൽ ഹീറോയെ തൂക്കിയെടുത്ത് അവന്റെ മുഖത്ത് ഒരു മാസ്ക് ഇട്ട് കൊടുക്കും. സോ ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ വളരെ നന്നായിട്ട് ശ്വസിക്കാൻ കഴിയുന്നുണ്ട്. വാവ്, ഇപ്പോൾ ബ്രീത്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്. സത്യം പറയും, നിങ്ങൾ ആരാ? നിങ്ങൾ എങ്ങനെ ഇവിടേക്ക് വന്നു? ഞാനിവിടെ ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾ എങ്ങനെ ഈ മോൺസ്റ്റേഴ്സിന്റെ കയ്യിൽ പെടാതെ സർവൈവ് ചെയ്യുന്നു? ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു 100 ചോദ്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് ആ മാസ്ക് മാൻ ആണെങ്കിൽ കൈകൊണ്ട് മിണ്ടാതിരിക്കാനായിട്ട് ആംഗ്യം കാണിച്ചുകൊണ്ടേയിരിക്കും. ഹീറോ ആണെങ്കിൽ നിർത്താതെ വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനവൻ ദേഷ്യപ്പെട്ടു പറയും, നിന്നോട് എത്ര തവണ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കരുതെന്ന്. കരുതും പോലെ ഇതൊരു അണ്ടർഗ്രൗണ്ട് ഒന്നും അല്ല, ഇത് വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യുന്ന ഒരു പ്രത്യേക ബേസ് ആണ്. ആക്ച്വലി നിന്നെ അറ്റാക്ക് ചെയ്ത ബീസ്റ്റുകൾ അവറ്റകളെല്ലാം ഈ വേസ്റ്റ് തിന്നാണ് സ്ട്രെങ്ത് ആർജിക്കുന്നതും. നമ്മുടെ ശബ്ദം കേട്ട അവറ്റകൾ വേഗം തിരിച്ചറിഞ്ഞ് നമ്മൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കരുതെന്ന് വാൺ ചെയ്തത്. ഇനി നീ ശബ്ദം ഉണ്ടാക്കിയ ഈ കൊട ഉപയോഗിച്ച് നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറയും. അടുത്ത നിമിഷം ആ കൊടയിലൂടെ ഒരു പ്രത്യേക പവർ പുറത്തേക്ക് വരികയാണ്. അവർ ചുറ്റും നോക്കും. അവരുടെ രണ്ടുപേരുടെ ശബ്ദം കേട്ട് വലിയൊരു കൂട്ടം ബീസ്റ്റുകൾ അവരെ റൗണ്ട് ചെയ്ത് നിൽക്കുകയാണ്. ഓ നോ, ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ ആ കുട അത് നിവർത്തും. അതാണെങ്കിൽ വളരെ പവർഫുൾ ആയ ഒരു വെപ്പനായി മാറുകയാണ്. അവൻ നിമിഷ നേരം കൊണ്ട് ആ ഒരു കുട ഉപയോഗിച്ച് ആ അവറ്റകളെ അങ്ങനെ തല്ലി കൊല്ലുകയാണ്. ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അവൻ അവറ്റകളെ ഡിസ്ട്രോയ് ചെയ്യും. അടുത്ത നിമിഷം ഒരു ബീസ്റ്റ് ആണെങ്കിൽ വയലറ്റ് കളറിൽ എന്തോ ഇജക്ട് ചെയ്യും. അതും അവൻ ഈസി ആയിട്ട് ആ കോട ഉപയോഗിച്ച് പ്രിവെന്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ ഹീറോയുടെ മുൻപിലേക്ക് വരികയാണ്. ഞാൻ ആരാണെന്ന് നിനക്കറിയണമല്ലേ എന്ന് ചോദിച്ച് അവന്റെ മാസ്ക് അതങ്ങനെ റിമൂവ് ചെയ്ത് കാണിക്കും.
ഞാനാണ് ഹംബിൾ ക്ലീനർ. ഇവിടെ ഒരുപാട് കാലമായി ഞാൻ താമസിക്കുന്നു. ഹീറോ ആണെങ്കിൽ അവനെ സൂക്ഷിച്ചു നോക്കും. കൊണ്ടാണെങ്കിൽ ആ സ്മെല്ല് സഹിക്കാൻ കഴിയില്ല. ഓ നോ, നീ കാരണമാണ് ഇത്രയും നേരവും എനിക്ക് സ്മെല്ല് സഹിക്കേണ്ടി വന്നതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ മാസ്ക് അണിയും. അതേസമയം നമ്മുടെ ഹീറോ കാര്യങ്ങളെല്ലാം കേട്ടും കണ്ടും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തും ടയർഡായി ബോധം കെട്ട് ഇപ്പൊ താഴേക്ക് വീഴും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഹീറോ പുറത്തുപോയി ഒരുപാട് മഴയൊക്കെ നനഞ്ഞ് ഇപ്പൊ ആ മുടിയന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അവനാണെങ്കിൽ അദ്ദേഹത്തെ പപ്പ എന്ന് വിളിക്കും. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. എന്റെ ആഗ്രഹം എനിക്ക് പുറത്ത് പോകണമെന്നാണ്. ഒരുപാട് കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാമെന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തതല്ലേ. അതിനവന്റെ പപ്പയാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. വെച്ച് അവന്റെ തലയും മുഖവും ഒക്കെ തന്നെ തുടച്ച് അവനെ വൃത്തിയാക്കി എടുക്കും. അതിനുശേഷം അവനോട് പറയും, നീ ഒരിക്കലും ഇനി ഇതുപോലെ ചെയ്യാനായിട്ട് പാടില്ല. നിന്റെ ആഗ്രഹം ഉറപ്പായാലും ഞാൻ സാധിച്ചു തരും. നീ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല. നിന്റെ ഉള്ളിൽ ഒരുപാട് പവറും കഴിവുമുണ്ട്. ഒരുപാട് സോളുകളെ പ്യൂറാക്കാൻ നിന്നെ കൊണ്ട് പറ്റും. ചെയ്യാനുള്ളതും നിന്റെ ലക്ഷ്യം എല്ലാം തന്നെ വളരെ മഹത്തരമായിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നീ വിട്ടുകൊടുക്കാനായിട്ട് പാടില്ല. നിന്നോടൊപ്പം എപ്പോഴും ഞാൻ ഉണ്ടാവുമെന്ന് പറയും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. നമ്മുടെ ഹീറോ കണ്ണു തുറക്കും. അവനെ മുഴുവനായിട്ടും ആ മാസ്ക് മാൻ ആണെങ്കിൽ ചെയിനൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓ നോ, നീ എന്തായി ചെയ്യണേ? ഇപ്രകാരം ചെയിൻസ് ഉപയോഗിച്ച് എന്നെ ബന്ധിച്ചിരിക്കണേ. അതിനവൻ പറയും, നീ ആവശ്യമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. മൂഡ് ഔട്ടാക്കി, ടെൻസ്ഡാക്കി. നിന്നെ രക്ഷിച്ചത് ഞാനാണ്. ഞാനിപ്പോ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ മുൻപോട്ടേക്ക് നടക്കും. ഹീറോ ആണെങ്കിൽ അടിച്ചു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് എത്രയും വേഗം മുകളിലേക്ക് പോകണം. ഇവിടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതിനവൻ പറയും, നീ കരുതുന്നത് ഒരു നരകമാണെന്നും നീ ഇത്രയും കാലം ജീവിച്ച സ്ഥലം അതൊരു സ്വർഗമാണെന്നും അല്ലേ. എന്നാൽ നിന്റെ ചിന്ത തെറ്റാണ്. അതാണ് സത്യത്തിൽ നരകം. ഇതൊരു സ്വർഗമാണ്. ഇവിടെ സമാധാനമുണ്ട്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. സോ നമുക്ക് രണ്ടുപേർക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ കഴിഞ്ഞുകൂടാം. പക്ഷെ ഹീറോ ആണെങ്കിൽ അപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇല്ല, എന്റെ സ്വർഗം അത് മുകളിൽ തന്നെയാണ്. എനിക്ക് അവിടേക്ക് പോകണം. എന്നോട് ഇത് ചെയ്തവരോട് എല്ലാവരോടും എനിക്ക് പ്രതികാരം വീട്ടണം. ആ റിച്ച് സിറ്റിയിലുള്ള എല്ലാവരെയും എനിക്ക് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കണം. അതാണ് എന്റെ എയിം. അതല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കണം എന്നാണെങ്കിൽ എനിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയണം. ഇവിടെ നടക്കുന്ന എന്താണ്, നീ എങ്ങനെ സർവൈവ് ചെയ്യുന്നു, എൻ്റെ പപ്പയെ ഇല്ലാതാക്കിയത് ആരാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ എൻ്റെ ചോദ്യങ്ങൾക്ക് നീ മറുപടി തരണം. എങ്കിൽ മാത്രം ഞാൻ ഇവിടെ കഴിയാം. അവനാണെങ്കിൽ ടെൻഷനായി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഹീറോയെ ഒരു ബേസിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ്. അവൻ അവിടെ നിന്ന് കടന്നു പോകും. ഹീറോ ഉച്ചത്തിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്തായി ചെയ്യണേ? എന്നെ ഇവിടെ ഉപേക്ഷിക്കുകയാണോ? അറ്റ്ലീസ്റ്റ് എൻ്റെ ഈ ചെയിൻസ് അതെങ്കിലും ഒന്ന് അഴിച്ചു വിട്. അപ്പോഴായിരിക്കും ഹീറോയ്ക്ക് അമ്മൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഒരുപാട് മാസ്ക് വെച്ച ആളുകൾ അവിടേക്ക് കടന്നു വരിക. ഹീറോ ആണെങ്കിൽ അവരെ കണ്ട് പേടിക്കും. നിങ്ങളൊക്കെ ആരാ? നിങ്ങൾ എന്താ ഇവിടെ? അതിനവർ പറയും, നിന്നെപ്പോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് വീണവരാണ് ഞങ്ങൾ. ഒരുപാട് പേര് ഇവിടേക്ക് വന്നവർ മരണപ്പെട്ടു. അതിൽ കുറച്ചു പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ടതിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഞങ്ങൾ. നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കില്ല. മുകളിൽ നീ കരുതും പോലെ സ്വർഗമല്ല. യഥാർത്ഥ സ്വർഗം അതിവിടെയാണ്. ആണെങ്കിൽ ഹീറോയുടെ മാസ്ക് അത് അഴിക്കാനായിട്ട് ശ്രമിക്കും. ഹീറോ ആണെങ്കിൽ പേടിച്ച് പുറകിലേക്ക് മാറും. അതിൽ കലി ഇളകിയ അവരാണെങ്കിൽ ഹീറോയെ ഒരു കണ്ടെയ്നറിലേക്ക് ഇടും. ഒരുപാട് കാലമായി ഞങ്ങൾ ഇവിടെ ജീവിക്കുകയാണ്. ഒരുപാട് പേര് വേസ്റ്റ് ഇട്ട് ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മോൺസ്റ്റേഴ്സ് പോലും ഇതുപോലുള്ള വേസ്റ്റുകൾ ഇതിലൂടെ ക്രിയേറ്റ് ആയി വന്നതാണ്. നിന്റെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. നീയും ഇവിടേക്ക് ഒരുപാട് വേസ്റ്റ് തട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അനുഭവിച്ച ബുദ്ധിമുട്ടും ദുരിതവും അത് നീയും അറിയണമെന്ന് പറഞ്ഞ് ഹീറോയുടെ മാസ്ക് ഊരി അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് അവന്റെ വായിൽ തള്ളിക്കയറ്റും. ആണെങ്കിൽ വീണ്ടും വീണ്ടും വേസ്റ്റുകൾ ഹീറോയുടെ വായിലേക്ക് തള്ളും. അടുത്ത നിമിഷം ഹീറോ അവന്റെ കൈ കടിച്ച് പറിക്കുകയാണ്. ഹീറോയുടെ പവർ പുറത്തേക്ക് വരും. ഇവളിൽ മാത്രമാണ് മോൺസ്റ്റേഴ്സ് ആയിട്ടുള്ള മനുഷ്യരുണ്ടെന്ന് ഞാൻ കരുതിയത്. നിങ്ങൾ മോൺസ്റ്റേഴ്സ് ആണ്. എന്റെ ലക്ഷ്യം അത് പൂർത്തിയാക്കുന്നത് വരെ വിട്ടുകൊടുക്കില്ല. ഞാൻ ഈ വേസ്റ്റ് കഴിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് ഹീറോ അത് കഴിക്കും. അതിനുശേഷം അവന്റെ ഫുൾ പവർ ഉപയോഗിച്ച് ആ ചെയിൻ തകർത്തേക്ക് വരികയാണ്. അവന്മാരെല്ലാവരും ചേർന്ന് ഇപ്പൊ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഹീറോ അവന്റെ പവർ ഉപയോഗിച്ച് അവരെ തല്ലി തല്ലി കൊല്ലും. മാസ്കുമാനാണെങ്കിൽ ദൂരത്തായിട്ട് നിന്ന് ഈ കാര്യങ്ങളെല്ലാം കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഓ നോ, ഞാൻ കരുതിയത് പോലെയല്ല. ഇവൻ ശരിക്കും പവർഫുൾ തന്നെയാണ്. ഇവനെ കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ടാവും പറഞ്ഞ് അവനാണെങ്കിൽ ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനെ തടയും. ആണെങ്കിൽ ഞൊടിയടയിൽ നോർമലായി മാറും. അതുകൊണ്ട് ആ മാസ്ക് മാൻ ആണെങ്കിൽ ഹീറോയോട് പറയും, നിന്റെ ഗ്ലൗവിനാണ് ഒരുപാട് പവർ ഉള്ളത്. നിന്നിൽ ഇംപ്രസ്ഡ് ആണ്. നിനക്ക് ഓക്കെ ആണെങ്കിൽ എന്റെ ടീംമേറ്റ് ആയിട്ട് മാറാം. അത് കേട്ട് ഹീറോ അവൻ വണ്ടർ അടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.